കരാമ പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കമാണ്. കാർ വാഷ് ചെയ്യുക. 2 ദിവസമായിട്ട് മഴയായിട്ട് ഫുള്ള് കച്ചറയായിട്ട് കിടക്കുമായിരുന്നു. ബാക്കി വീഡിയോയിൽ കൂടെ കാണാം. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സാധാരണ ഞാൻ ഷാർജയ്ക്കാണ് പോകാറുള്ളത്. പക്ഷേ ഇത്തവണ നമ്മൾ ഷാർജയ്ക്ക് പോകുന്നില്ല. കഴിഞ്ഞ 1.5 ആഴ്ചയായിട്ട് മഴയായ കാരണം ഷാർജയ്ക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇത്തവണ ഞാൻ ഒന്ന് മാറ്റി പിടിക്കുകയാണ്. നമ്മുടെ പഴയ മെമ്മറീസൊക്കെ പുതുക്കാൻ വേണ്ടി കരാമ ചെന്നിട്ട് കരാമയിൽ നിന്നാണ് ഷാർജയ്ക്ക് പോകുന്നത്. ബാക്കി വീഡിയോയിൽ കൂടെ കാണാം. കരാമ ചെന്നിട്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 9 കൊല്ലം കരാമയിൽ നിന്ന് ഒന്നും മറക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കരാമ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ലെറ്റ്സ് ഗോ ടു കരാമ. 4 മണിയായപ്പം ജബലേലിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. ഏകദേശം ഒരു 5-10 ആയപ്പോൾ ഇവിടെ എത്തി, കരാമയിലെത്തി. ഞങ്ങൾ മുൻപ് കരാമയിലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് മാറി ഷാർജയ്ക്ക് പോയപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും. കാരണം കരാമ എന്ന് പറയുന്ന ഒരു തനി കേരളമാണ്. കേരളം എന്ന് പറയുക എന്താ പറയുക, ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. കരാമയിൽ എന്നാ പറയുക, A to Z കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇപ്പം നാടുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ അന്യം നിന്ന് പോയ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അന്യം നിന്ന് എന്ന് പറഞ്ഞ് നാടിനെ കളിയാക്കുകയല്ല. ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് വാഴയിൽ ഊണാണെങ്കിൽ അതിന് എല്ലാ കൂട്ടങ്ങളും ഒരു 10, 20, 23 കൂട്ടം കറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നാട്ടിലാണെങ്കിൽ നമ്മൾ ഇപ്പം നാട്ടിൽ പോവുകയാണെങ്കിൽ ഒരു മാക്സിമം ഒരു 10 കൂട്ടം കറിയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ ആ സ്ഥാനത്ത് ഇവിടെ നാട്ടിൽ വാഴയിലയിൽ പോലും ചോറ് കൊടുക്കുന്നില്ല. ഇവിടെ ആണെങ്കിൽ 10, 23 കൂട്ടം കറി. ഇപ്പോൾ ഈവനിങ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇപ്പം നിർത്തിയതാണ് വണ്ടി. ഞാൻ കാണിച്ചു തരാം ഇവിടെ എന്ത് കൂട്ടം പലഹാരങ്ങളാണ് ഇവിടെ കിട്ടുന്നതെന്ന്. അത് ഒരു കട മാത്രം അല്ല കേട്ടോ, എല്ലാ കടകളിലും അതുപോലെ എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ ഇപ്പം സാധാരണ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഷാർജയ്ക്ക് പോകാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഒരു ആദർശമായിട്ട് ഞാനിങ്ങനെ വന്നതുള്ളൂ. പിന്നെ വൈഫിന് മോർണിംഗ് ഡ്യൂട്ടിയാണ്, അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ്. അപ്പം കരാമയിലൊന്ന് ചില്ല് ചെയ്ത് കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് അങ്ങ് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അങ്ങനെ അപ്പം പുറത്തോട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം, കരാമയുടെ ചുറ്റിനുമുള്ള. അങ്ങനെ കരാമയ്ക്ക് പുറത്തിറങ്ങി. ഇതാണ് കരാമ. ആ കാണുന്നത് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കരാമ പാർക്ക്. ആ കാണുന്നതാണ് ചായക്കട. ഞാനിപ്പം വീഡിയോ കാണിക്കാം. ആ കാണുന്നതാണ് കരാമ പാർക്കാണ് കാണുന്നത്. എന്നും പിള്ളേരായിട്ട് ഇവിടെ ഉണ്ടായിരുന്നപ്പം വന്നുകൊണ്ടിരുന്നതാണ്. അപ്പുറേ കാണുന്ന ലുലുവിൻ്റെ സൈഡാണ്. കട്ട്ലറ്റ് 2 എടുത്തു. ഇത് കണ്ടോ മക്കളെ, നല്ല കിടുക്കാച്ചി ചായ. കരാമ വരണം നല്ല ചായ കിട്ടണമെങ്കിൽ. നല്ല ഫ്രഷ് മിൽക്ക്, നല്ല സൂപ്പർ ചായ. പിന്നെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇവിടെ ആ കടയിൽ കിട്ടുന്ന സ്നാക്സ്. ആ കട ഞാൻ പറഞ്ഞാൽ വീണ്ടും പറയുന്ന ആ കട മാത്രമല്ല, ഞാനൊരു കടയിനും പ്രൊമോട്ട് ചെയ്യല്ല. എല്ലാ കടകളിലും ഇതുപോലെ നല്ല ഈവനിങ് സ്നാക്സ് ഉണ്ടാവും. പഴംപൊരി ഇങ്ങനെ എടുക്കുക, എണ്ണയുണ്ട് കേട്ടോ, ഇങ്ങനെ കഴിക്കുക. വാട്ട് എ മൊമെന്റ്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ ഇരിക്കുക ഒരു പ്രത്യേക വൈബാണ്. നാട്ടിൽ കിട്ടുന്ന സുഖം ഇവിടെ ദുബായിലും കിട്ടും കേട്ടോ. കാടും കൂടെ എല്ലാം ഇവിടെ വരുമ്പോൾ എല്ലാം അങ്ങ് ടേസ്റ്റ് ചെയ്യും. കുറച്ച് നേരമായി വണ്ടിക്കകത്ത് തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്നാൽ പിന്നെ പുറത്തോട്ട് ഇറങ്ങി ഒന്ന് നടക്കാം. യെസ്, ചിറ്റോളഞ്ഞുരികൾ കിങ്ങിണിത്തോണിയിൽ മെല്ലെ തഴുകുമ്പോൾ അലകളിൽ പുഞ്ചിരി നുരയുമ്പോൾ മരത്തിൻ്റെ ചോട്ടിലേക്ക് എന്നാ സെറ്റപ്പാന്ന് അറിയാം. അടിപൊളി പോയിപ്പോ എന്നെ ലുക്കോ. പിള്ളേരൊക്കെ അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. രണ്ട് സൈഡിലായിട്ട് ഇവിടെ ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ട്. ആ ഒരു കളി അവിടെയും പിന്നെ ഇവിടെ കളി. നല്ല രസം, നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല വ്യൂ ആണ്. കൂമ്പി മൗനമാർന്നതെന്തേ കളമൊഴിയേ അമ്പലമണികൾ തേടുക. കുറച്ച് നേരം കരാമ പാർക്കിലെ ക്രിക്കറ്റ് കളി കണ്ടിങ്ങനെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം നേരെ ഹോസ്പിറ്റലിലോട്ട്, വൈഫ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് വിട്ടു.
വൈഫിന് ഡ്യൂട്ടി കഴിയണ 7 മണിയാവും. ഇതാണ് ഹോസ്പിറ്റൽ. പിന്നെ വീണ്ടും ഒരു 15 മിനിറ്റ് ഡ്രൈവിങ്ങിന് ശേഷം വൈഫ് വർക്ക് ചെയ്യുന്ന റാഷിദ് ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയി. ഇനി ഒരു അരമണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്യണം വൈഫ് വരാൻ വേണ്ടി. ഇനിയിപ്പോൾ വൈകിട്ടത്തെ പ്ലാനിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമയ്ക്കും കൂടെ ടിക്കറ്റ് എടുക്കുക. അതാണ് നമ്മുടെ പരിപാടി. കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇനിയിപ്പോൾ 6:30 ആയി. പെട്രീഷ് ഇപ്പോൾ ആണ്ട് 7:15 ഇനിയിപ്പോൾ ഏതായാലും ഇത്ര സമയം പോയി. ഞാൻ അങ്ങോട്ട് പോകണമെങ്കിൽ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഏതായാലും ആവേശം സിനിമ ബുക്ക് ചെയ്തു. ഇപ്പോൾ ഏതായാലും ഞാൻ പടം കണ്ടിട്ടുള്ള പോക്കേ ഉള്ളൂ ഇനി. ഓക്കെ, അപ്പം സിനിമ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ സിനിമയ്ക്ക് പോയതിന് ശേഷമുള്ള വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഈവനിങ് വ്ളോഗ് എന്ന് പറയുന്ന നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എൻ്റെ ഈവനിങ് ഡേയിലെ സ്പെഷ്യൽസ് ഒക്കെ. ആവേശം സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ടായിരുന്നു പടം? ആവേശം ഫുഡ് കഴിക്കുന്ന സിനിമ കണ്ടിറങ്ങിയപ്പം ഏകദേശം 10 മണിയായി. എന്നാൽ പിന്നെ അടിച്ചേക്കാം നെയ്ച്ചോറും ബീഫും. ഈവനിങ് ചായ കുടിച്ചതിന്റെ വീഡിയോ ഇട്ടോളൂ. വൈകിട്ട് ഡിന്നറിന്റെ വീഡിയോ.